അങ്ങനെ ബിഗ് ബോസ് സീസൺ മലയാളം 7ൻ്റെ ലൈവിൽ ഇപ്പം നമ്മുടെ അനുവിനെതിരെ ആദിലയും നൂറയും വളരെ ശക്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഓൾറെഡി അവർ പറഞ്ഞിരുന്നു ഇനി ഒറ്റയ്ക്ക് കളിക്കും, ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വോട്ട്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മതി, ഇനി കൂട്ടുകെട്ടിയുള്ള ഗെയിം വേണ്ട എന്ന് പറഞ്ഞു. ഇവരെ ശരിക്കും പറഞ്ഞാൽ അമ്പിനും വില്ലിനും അടുപ്പിക്കാൻ പറ്റാത്ത രണ്ടാൾക്കാരാണ്. എപ്പോഴൊക്കെ ആർക്കൊക്കെ പണി കൊടുക്കണം, എപ്പോഴൊക്കെ ഓരോരുത്തരെ കൂട്ടുകൂടി നൈസായിട്ട് മാറുന്നത് ഇവരാണ്. അത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അനുവായിട്ട് പിന്നെയും ഫ്രണ്ട്ഷിപ്പ് കൂടി എന്തിനാണ് അനു ഈ മണ്ടത്തരത്തിൽ ചെന്ന് ചാടുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ആദിലെ നൂറി വളരെ വിസിബിളായിട്ട് തന്നെ കളിക്കുന്നുണ്ട് അനുവിനെതിരെ. അത് ഭയങ്കര ഒരു എവിഡൻ്റ് ആണ്. അതേപോലെ അനുവിൻ്റെ ഒരു ഇത് തകർക്കാൻ വേണ്ടി നെവിൻ ഇവരുടെ ആ ക്യാപ്റ്റൻസി മത്സരത്തിൻ്റെ ഇടയിലേക്ക് ചെന്ന് കിടക്കുകയാണ്. അനുവിനെ തകർക്കും, അല്ലെങ്കിൽ അനുവിനെ ഈ ക്യാപ്റ്റൻസിയിൽ രക്ഷപ്പെടുത്തില്ല, അല്ലെങ്കിൽ അനുവിനെ ക്യാപ്റ്റൻ ആക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് നെവിൻ കിടക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം അനു നെവിനെ നോമിനേറ്റ് ചെയ്തു, രണ്ടാമത്തെ കാര്യം അനു ഇതിൽ നോമിനേഷനിൽ വന്നിട്ടില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നെവിൻ ഭയങ്കരമായിട്ട് കുശുമ്പെടുത്തിട്ട് അവിടെ പോയി കിടക്കുകയാണ്. അപ്പോൾ അനു എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് തിരിച്ച്. അപ്പോൾ ആദിൽ വന്ന് പറയണമെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കും, നീ മിണ്ടാതിരുന്ന് അവൻ എഴുന്നേറ്റ് പോകും. ക്യാപ്റ്റൻ ശരിക്കും അതല്ല പറയേണ്ടത്, ക്യാപ്റ്റൻ നെവിനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് എഴുന്നേക്കേണ്ടത്. പക്ഷേ ആദിലയുടെ ആ ഒരു ഫേക്ക് ഗെയിം ഉണ്ടല്ലോ, അതിവിടെ വിസിബിളായി അനുവിനെതിരുള്ളത്. അപ്പോൾ അതിൽ പറയുകയാണ് നെവിനോട് ഞാൻ പറയാം, അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കും, അവൻ പൊക്കോളും എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂറയും ഇതേ സ്റ്റാൻഡ് തന്നെയാണ് എടുക്കുന്നത്. അനുമോളെ നീ മിണ്ടാതിരുന്ന് അവന് കേൾക്കുമെന്ന് പറയുമ്പോൾ അവന് ശരിക്കും തിരിച്ച് നല്ലത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഗെയിം ഇതാണ്, പ്രവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്യാപ്റ്റൻസി ഈ ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഗെയിം ഇതാണ്, എന്നെ അതാരും പഠിപ്പിക്കാൻ വരണ്ട, അങ്ങനെയാണെങ്കിൽ നീ എന്താ വെച്ചാൽ ചെയ്യുന്നുള്ള രീതിയിൽ അവരും തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനീഷും അതേപോലെ ബിഗ് ബോസിനോട് പറയാണ്, ബിഗ് ബോസ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ക്യാപ്റ്റൻ ഇവരെല്ലാവരും ഭയങ്കര ക്യാപ്റ്റൻസി മത്സരത്തിൽ എല്ലാവരും കൂടെ എൻഗേജ് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു പരിപാടികളും അല്ലെങ്കിൽ ഒരു വർക്കും നടക്കുന്നില്ല, ഭയങ്കര അലമ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് അത് കേട്ടിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ക്യാപ്റ്റനാണ് ഇത് നോക്കേണ്ടത്, അതായത് നമ്മുടെ ആദിലാണ് ഇത് നോക്കേണ്ടത്. പക്ഷേ ആദിൽ ഇത് മര്യാദയ്ക്ക് നോക്കുന്നില്ല. ആതിരയുടെ ഡ്യൂട്ടി എന്താണ്, അവിടെ എന്താണ് ക്യാപ്റ്റൻസി മത്സരത്തിൽ നടക്കുന്നതിൽ ആരാണ് അലമ്പുണ്ടാക്കുന്നത് അവരെ മാറ്റുക എന്നുള്ളതാണ്. അനുമോൾ അവിടെ മത്സരിക്കുന്ന വ്യക്തിയാണ്, അനുമോളുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയേണ്ട ആവശ്യമില്ല. അനുമോളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവരെ പ്രവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കൂടെ ഇരിക്കുന്ന ആളെ പ്രവോക്ക് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് അനുമോളുടെ ഡ്യൂട്ടി, അല്ലാതെ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. അപ്പം നെവിൻ ഇടപെടുമ്പോൾ നെവിൻ്റെ ആ ഒരു ഇതിനെ മാറ്റി ആദില അനീഷിനോടാണെങ്കിൽ എന്തൊരു ചട്ടം ചാടിയാണ്, അനീഷിനെ അവിടെ ഇട്ട് നിർത്തി പൊരിക്കത്തില്ലായിരുന്നു ആദില. എന്തുകൊണ്ട് നെവിനോട് ആ ഒരു പ്രവൃത്തി ആദില ചെയ്യുന്നില്ല? ആദില ആസ് എ ക്യാപ്റ്റൻ, ആസ് എ നോർമൽ പേഴ്സൺ, ആസ് എ കണ്ടസ്റ്റന്റ് ആദിലൊരു ഡബിൾ സ്റ്റാൻഡാണ് അവിടെ പ്രൂവ് ചെയ്യുന്നത്. അനീഷ് ആയിരുന്നെങ്കിൽ ആദില ഇവിടെ കിടന്ന് ഇളകി മറിഞ്ഞ് എല്ലാവരും കൂടെ അനീഷിനെ എടുത്തിട്ട് പൊരിച്ചേനെ. പക്ഷേ അത് നെവിൻ ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒന്നും മിണ്ടണ്ട. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അനു ഗെയിമിൽ ക്യാപ്റ്റൻ ആവുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ഒബ്വിയസ്ലി അവരാരും മിണ്ടത്തില്ല. പക്ഷേ അതിലെ നൂറയും കൂടെ അവരുടെ സ്റ്റാൻഡ് നല്ലപോലെ മാറ്റി അനുവിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. അനു ഒട്ടും വിട്ടുകൊടുക്കുന്നതിന് അനു നല്ല രീതിയിൽ പറയുന്നുണ്ട്. അനു ഇങ്ങനെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് അനുവിൻ്റെ ഗെയിം കളിച്ച് മുന്നേറുക. ഈ ഒരു ഗ്രൂപ്പിനെ വിട്ട്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിനെ വിട്ട് അനു കളിക്കട്ടെ.